cheer. He sunders the bonds that enthrall. Redeemed by His blood, why should we ever fear? Since Jesus is our all in all. If God be for us, God be for us, God be for us, who can be against us? Who can be against us? Be strong in the Lord, rejoicing in His might. Be loyal and true day by day. When evils assail, be valiant for the right, and He will be our strength and stay. If God be for us, God be for us, God be for us, who can be against us? Who can be against us? Confide in His word, His promises are sure. In Christ they are yea and amen. Though earth pass away, they ever shall endure. 'Tis written over and over again. If God be for us, God be for us, God be for us, who can be against us? Who can be against us? Abide in the Lord, secure in His control. 'Tis life everlasting begun. To pluck from His hand the weakest trembling soul, it never, never can be done. If God be for us, God be for us, God be for us, who can be against us? Who can be against us? Greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാവുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. അവന് എന്നേക്കും മഹത്വം. ആമേൻ. Oh, the depth of the riches of the wisdom and knowledge of God! How unsearchable are His judgments and His ways past finding out! Who has known the mind of the Lord? Or who has been His counselor? Who has ever given to God that God shall repay them? For from Him and through Him and for Him are all things. To Him be the glory forever. Amen. Dear sisters and brothers in Christ, വിദ്യാഭ്യാസ ദിനമായി വിശുദ്ധ സഭ ആചരിക്കുന്ന ദിവസമാണല്ലോ ഈ ഞായറാഴ്ച. ജ്ഞാനം സമ്പാദിക്കുവാനുള്ള വിദ്യാഭ്യാസം യഥാർത്ഥ ജ്ഞാനത്തിലേക്കും സത്യത്തിലേക്കും മനുഷ്യനെ നയിക്കുന്നതാകണം എന്ന് വിശുദ്ധ സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം, സത്യം ഇവ എന്താണെന്ന് പഠിക്കുന്നതിനേക്കാൾ ഇവ ആരാണെന്ന് തിരിച്ചറിയുവാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇത് പൂർണ്ണതയിലേക്ക് വളരുവാൻ മനുഷ്യനെ സഹായിക്കുന്നു. യേശുക്രിസ്തുവിന് മുമ്പ് 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു മഹാനായ ശലോമോൻ രാജാവ്. ഇദ്ദേഹം ജ്ഞാനിയായ ശലോമോൻ അഥവാ ദ വൈസ് കിങ് സോളമൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
ഇദ്ദേഹത്തെ പോലെ ജ്ഞാനിയായ ഒരു രാജാവിനെ ലോകം കണ്ടിട്ടില്ല. ഇസ്രായേൽ രാജ്യത്തെ 40 വർഷക്കാലം ഈ രാജാവ് ഭരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ദാവീദ് രാജാവ്. ശലോമോൻ രാജാവ് എഴുതിയ സദൃശവാക്യങ്ങൾ അഥവാ പ്രോവേർബ്സ് ലോകപ്രസിദ്ധമാണ്. ഈ വിദ്യാഭ്യാസ ദിനത്തിൽ ശലോമോൻ രാജാവ് എഴുതിയ പ്രോവേർബ്സിൽ നിന്നും നമുക്ക് പഠിക്കാം ആദ്യത്തെ വചനപാഠം. അദ്ദേഹം പറയുന്നത് താൻ അമ്മയുടെ ഏക മകനായിരുന്നു. അതുപോലെ അപ്പന് താനൊരു സുഹൃത്തിനെ പോലെയായിരുന്നു. ജനത്തോട് ശലോമോൻ രാജാവ് പറയുന്നത് അപ്പൻ്റെ പ്രബോധനം കേൾക്കുക, അപ്പൻ്റെ വാക്ക് കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. എല്ലാത്തിനേക്കാളും ഉപരിയായി ജ്ഞാനം സമ്പാദിക്കുവാൻ ശ്രമിക്കുക, അതിനെ വിലമതിക്കുക, അതിനെ അന്വേഷിക്കുക. നമുക്ക് നോക്കാം പ്രോവേർബ്സ് ചാപ്റ്റർ 4 വേഴ്സസ് 1 through 11. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനും ആയിരുന്നു. എൻ്റെ പിതാവായ ദാവീദ് രാജാവ് എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കരുത്. അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ശലോമോൻ രാജാവ് ജനത്തോട് പറയുന്നത്. Young men, listen to me as you would to your father. Listen and grow wise, for I speak the truth. Don't turn away, for I too was once a son, tenderly loved by my mother as an only child, and the companion of my father. He told me never to forget his words. If you follow them, he said, you will have a long and happy life. Learn to be wise, he said, and develop good judgment and common sense. I cannot overemphasize this point. Cling to wisdom. She will protect you. Love her. She will guard you. Determination to be wise is the first step towards becoming wise. And with your wisdom, develop common sense and good judgment. If you exalt wisdom, she will exalt you. Hold her fast, and she will lead you to great honor. She will place a beautiful crown upon your head. My son, listen to me
and do as I say, and you will have a long, good life. I would have you learn this great fact, that a life of doing right is the wisest life there is. ശലോമോൻ നമ്മെ ജ്ഞാനം ഉപദേശിക്കുമ്പോൾ, ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതിനെ എക്സോൾട്ട് ചെയ്യണം, അതിനെ ഉയർത്തണം, ആലിംഗനം ചെയ്യണം. അത് നമ്മെ മാനമണിയിക്കും, മഹത്വകിരീടമണിയിക്കും എന്നാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. ഈ ജ്ഞാനം ആരാണെന്ന് പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു, ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഈ ജ്ഞാനം ദൈവവചനമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണെന്ന്. ജഡം ധരിക്കപ്പെട്ട ദൈവവചനമാണല്ലോ യേശുക്രിസ്തു. ഈ ദൈവവചനം കൈക്കൊള്ളുന്നവന്, വിശ്വസിക്കുന്നവന് അത് ദൈവശക്തിയാണ്. വിശ്വസിക്കാത്തവൻ ഭോഷനാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് ദൈവവചനം ഭോഷത്വമായി തോന്നുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനികളെപ്പറ്റി യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ചാപ്റ്റർ 8 വേഴ്സ് 9. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ. അവർക്ക് എന്തോ ഒരു ജ്ഞാനമുള്ളൂ. അവർക്ക് എന്തോ ജ്ഞാനമാണുള്ളത്? ഒരു ജ്ഞാനവുമില്ല. കാരണം അവർ യഹോവയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ. ഇന്നത്തെ നമ്മുടെ അടുത്ത വചനപാഠമാണ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 18-25 and verse 30. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതാണ് നാം ഇപ്പോൾ വായിച്ചത്. അതിന് കാരണം അവർ യഹോവയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ. വേഴ്സ് 20. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും ഗ്രീക്കുകാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ ഗ്രീക്കുകാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഭോഷത്വമെന്നും ദൈവത്തിൻ്റെ ബലഹീനതയെന്നും പറഞ്ഞിരിക്കുന്നത് നാം വേഴ്സ് 21 വായിച്ചതാണ്. എന്താണത്? ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് തോന്നിയ പ്രസാദമാണ്. അതാണ് ദൈവത്തിൻ്റെ ഭോഷത്വം. By the foolishness of preaching. Verse 30. നിങ്ങളോ ക്രിസ്തുവേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. നശിച്ചു പോകുന്നവർക്ക് അഥവാ രക്ഷിക്കപ്പെടുവാൻ കൂട്ടാക്കാത്തവർക്ക് ദൈവത്തിൻ്റെ വചനം ഭോഷത്വമായി തോന്നും. തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത് എന്ന് കേൾക്കുമ്പോൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്ന് അവർക്ക് തോന്നും. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഈ സന്ദേശം ദൈവശക്തിയാണ്.
I know very well how foolish it sounds to those who are lost when they hear that Jesus died to save them. But we who are saved recognize this message as the very power of God. അതുകൊണ്ട് ദൈവം പറയുന്നു, ഐ വിൽ ഡിസ്ട്രോയ് ഓൾ ഹ്യൂമൻ പ്ലാൻസ് ഓഫ് സാൽവേഷൻ, നോ മാറ്റർ ഹൗ വൈസ് ദേ സീം ടു ബി, ആൻഡ് ഇഗ്നോർ ദ ബെസ്റ്റ് ഐഡിയാസ് ഓഫ് മെൻ, ഈവൻ ദ മോസ്റ്റ് ബ്രില്യൻ്റ് ഓഫ് ദം. പാപപരിഹാരത്തിനായി, തദ്വാര മോക്ഷം പ്രാപിക്കുന്നതിനായി മനുഷ്യൻ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും, ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, മറ്റ് കർമാദികളാകട്ടെ, ബലികളാകട്ടെ, ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡുമായി തട്ടിച്ചു നോക്കുമ്പോൾ പൂർണ്ണതയുള്ളതല്ല, പെർഫെക്റ്റ് അല്ല, കുറ്റമുള്ളതാണ്, കുറവുള്ളതാണ്. ഈ പാപലോകത്തിൽ നിന്നെടുത്താണ് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കുന്നത്. മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്നതെല്ലാം പാപപങ്കിലമാണ്. വിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും പര്യാപ്തമല്ല. സ്വപ്രയത്നത്താൽ മനുഷ്യന് അത് സാധിക്കുകയുമില്ല. ഇവിടെ എന്താണ് മനുഷ്യൻ്റെ സ്ഥിതി? അവൻ അനുദിനം അനുനിമിഷം പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യനാശത്തിലേക്ക്, ആത്മമരണത്തിലേക്ക് അവൻ വീണുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയിൽ മാത്രമേ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ വിശുദ്ധി എങ്ങനെയാണ് മനുഷ്യൻ പ്രാപിക്കുക? പാപം പോക്കുവാൻ പാപമില്ലാത്ത മറ്റൊരു മനുഷ്യൻ പാപമെല്ലാം ഏറ്റെടുത്ത് അത് ചുമന്നൊഴിച്ച് കളയണം. ഇങ്ങനെ പാപമില്ലാത്ത മറ്റൊരു മനുഷ്യനെ എവിടെ കിട്ടും? അവിടെ മനുഷ്യൻ തോറ്റിരിക്കുകയാണ്. നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ തോറ്റയിടത്തേക്കാണ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന പാപമില്ലാത്ത ദൈവകുഞ്ഞാട് ഇറങ്ങി വന്നത്. മാനവരാശിയുടെ പാപമെല്ലാം അവൻ തന്മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ ഹോമയാഗമായി മാറി. അവനാണ് പെർഫെക്റ്റ് സാക്രിഫൈസ്. കാലത്തികവിങ്കൽ അഥവാ കൈറോസ് ടൈമിൽ ഇന്നേക്ക് 2028 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു മനുഷ്യരാശിയെ നിത്യനാശത്തിൽ നിന്നും അഥവാ നിത്യമരണത്തിൽ നിന്നും രക്ഷിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ള ദൈവനീതി തന്നിൽ നിവർത്തിച്ചു. എങ്ങനെ? അവരുടെ പാപമെല്ലാം തന്മേലേറ്റെടുത്ത് അവർ മരിക്കേണ്ട സ്ഥാനത്ത് അവർക്ക് പകരം താൻ മരിച്ച് അവരെ രക്ഷിച്ചു. അവരെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായതുകൊണ്ട് മനുഷ്യകുലം രക്ഷിക്കപ്പെടുമോ? അവർക്ക് പാപമോചനം ലഭിക്കുമോ? അവർക്ക് മോക്ഷം നേടുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം യേശുക്രിസ്തുവിലൂടെ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ. ആ യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും കർത്താവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ടേറ്റു പറയുകയും യേശുക്രിസ്തു കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് രക്ഷ. വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്താണ് രക്ഷയുടെ മഹത്വം? വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് പാപമോചനമാണ്, ദൈവമക്കൾ എന്ന പദവിയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്.
ദൈവം അവരെ വിശദീകരിക്കുന്നു. തൻ്റെ നീതി അവരെ ഇടുവിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിലൂടെ അവരിൽ വസിക്കുന്നു. അങ്ങനെ അവർ നിത്യജീവന് അർഹരാകുന്നു. ഇതാണ് ആ മഹത്വം. ഇതാണ് രക്ഷയുടെ സന്ദേശം, മെസ്സേജ് ഓഫ് സാൽവേഷൻ. ഇതാണ് ക്രൂശിൻ്റെ വചനം. ഈ ലോകത്തിലെ വിജ്ഞാനികൾക്ക്, മഹത്തുക്കൾക്ക് ഈ ക്രൂശിൻ്റെ വചനം പോഷത്വമായി തോന്നി. ഈ ജ്ഞാനികളെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കാം. So what about these wise men, these scholars, these brilliant debaters of this world's great affairs? God has made them all look foolish and shown their wisdom to be useless and nonsense. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. For God in his wisdom saw to it that the world would never find God through human brilliance, and then he stepped in and saved all those who believed his message, which the world calls foolish and silly. ലോകം ഫൂളിഷ് എന്നും സില്ലി എന്നും കരുതുന്ന ഈ രക്ഷയുടെ സന്ദേശം വിശ്വസിക്കുന്നവർക്ക് രക്ഷയാകുവാൻ വേണ്ടി ദൈവം ഇടയാക്കി. അതാണ് നാം വായിക്കുന്നത്. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ലോകം കണക്കാക്കുന്നത് ഈ രക്ഷയുടെ മെസ്സേജ്, ഞാൻ ആ വേഴ്സ് ഒന്നുകൂടെ വായിക്കാം. For God in his wisdom saw to it that the world would never find God through human brilliance, and then he stepped in and saved all those who believed his message, which the world calls foolish and silly. It seems foolish to the Jews because they want a sign from heaven as proof that what is preached is true. യഹൂദന്മാരുടെ ഒരു കാര്യമാണ്, അവർക്ക് ഇത് വിശ്വസിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അടയാളങ്ങൾ കാണണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അവരുടെ ഇടയിൽ സഞ്ചരിച്ചപ്പോൾ അനേകം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചത്. It is foolish to the Greeks because they believe only what agrees with their philosophy and seems wise to them. അത് ഗ്രീക്കുകാരുടെ അവസ്ഥയാണ്. അവർക്ക് അവരുടെ ഫിലോസഫിയാണ് വലുത്. So, when we preach about Christ dying to save them, the Jews are offended and the Greeks say it's all nonsense. But God has opened the eyes of those called to salvation, both Jews and Gentiles, to see that Christ is the mighty power of God to save them. Christ himself is the center of God's wise plan for their salvation. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്തത്? വിശ്വസിക്കുന്നവരെ ഈ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ പ്രസാദം തോന്നി. വിശ്വസിക്കുന്നവർക്ക് ദൈവം രക്ഷ കൊടുത്തു. ഇത് പോഷത്വമാണെന്ന് അവർക്ക് തോന്നിയില്ല. This so-called foolish plan of God is far wiser than the wisest plan of the wisest man. രക്ഷയുടെ സന്ദേശം പോഷത്വമായി ഇന്നും പലർക്കും തോന്നും.
ദ ഫൂളിഷ്നെസ് ഓഫ് പ്രീച്ചിങ്. പക്ഷേ നാം ഒന്ന് മനസ്സിലാക്കണം, ഈ ഫൂളിഷ്നെസ് ഓഫ് പ്രീച്ചിങ് നിമിത്തമാണ് ജനകോടികൾ നിത്യനാശത്തിൽ നിന്നും നിത്യജീവനിലേക്ക് ഇന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ വീക്കസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഗോഡ് യൂസസ്. ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗം മൂലം വിശ്വസിക്കുന്നവർക്ക് ദൈവം രക്ഷ കൊടുക്കുന്നു. അതുമാത്രമല്ല, വേഴ്സ് 30 നാം വായിക്കുന്നു, For it is from God alone that you have your eternal life through Christ Jesus. He showed us God's plan of salvation. He was the one who made us acceptable to God. ഇന്നും ഇതിനു വേണ്ടിയാണ് ജനം പങ്കപ്പാട് കഴിക്കുന്നത്, ദൈവത്താൽ അക്സെപ്റ്റഡ് ആകുക. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഈ രക്ഷയുടെ സുവിശേഷം എത്രമാത്രം സിമ്പിളാണ് എന്ന്. Jesus made us pure and holy and gave himself to purchase our salvation. നാം ഈ പ്രസംഗത്തിൻ്റെ പോഷത്വത്തിൽ ശ്രദ്ധ കൊടുക്കുമോ? കാരണം അത് രക്ഷയുടെ സന്ദേശമാണ്. അതുമൂലം നിങ്ങൾ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ്, നീതീകരിക്കപ്പെടുകയാണ്, പാപമോചനം പ്രാപിക്കുകയാണ്, ദൈവമക്കളായിത്തീരുകയാണ്, നിത്യജീവൻ പ്രാപിക്കുകയാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ അറിയുന്നതാണ്. നാം ഏത് വിദ്യ അഭ്യസിച്ചാലും അതൊക്കെ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ മാനവജാതിയുടെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന, നിയന്ത്രിക്കുന്ന ആ ദൈവത്തെ അറിയുന്നതിലേക്ക് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പാപം നിമിത്തം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും അകന്നുപോയ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ചരിത്രത്തിൽ എന്താണ് ദൈവം ചെയ്തത് എന്ന് നാം ഓർക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ആ മനസ്സിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. മനുഷ്യജാതിയെ ഇത്രമാത്രം ദൈവം സ്നേഹിച്ചുവോ, തൻ്റെ പുത്രനെ അവൻ വിട്ടുകളഞ്ഞു, പുത്രനെ നൽകി എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. കാരണം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുത്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 11-ാം അധ്യായം 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ കീ വേഴ്സും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്?
സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. നമുക്ക് നമ്മുടെ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം ദൈവമാണ് എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നത്. അവൻ ദാതാവാണ്. നാം അവൻ്റെ ദാനമാണ് സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായു മുതൽ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് അതിന് പ്രതിഫലം വാങ്ങുവാൻ ആരും നോക്കിയിരിക്കണ്ട. അവൻ്റെ മനസ്സും അവൻ്റെ സ്നേഹവും എല്ലാം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഓ, വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി ഹാവ്! ഹൗ ഗ്രേറ്റ് ആർ ഹിസ് വിസ്ഡം ആൻഡ് നോളജ് ആൻഡ് റിച്ചസ്! How impossible it is for us to understand his decisions and his methods. For who among us can know the mind of the Lord? Who knows enough to be his counselor and guide? And who could ever offer to the Lord enough to induce him to act? For everything comes from God alone. Everything lives by his power, and everything is for his glory. To him be glory evermore. ദൈവത്തെ അല്പമെങ്കിലും ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് നാം ശ്രമിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ ദൈവത്തെ കൂടുതൽ അറിയുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമുക്ക് ദൈവത്തെ പൂർണ്ണമായി ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ അങ്ങനെ ചിന്തിക്കുവാൻ പോലുമോ സാധ്യമല്ല. കാരണം ദൈവം ദൈവമാണ്. മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്നവനല്ല ദൈവം. എന്നാൽ ദൈവത്തെക്കുറിച്ച് എന്തെല്ലാമാണോ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത് അത് ഗ്രഹിക്കുവാൻ നാം ശ്രമിക്കുകയാണ്. ഇതൊരു ശ്രമം മാത്രമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമാണ് സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 5-14. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് യേശുവിനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് ഒന്നാമതായി നാം ആർജിക്കുന്ന ജ്ഞാനമാണ് ദൈവത്തെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നത് യേശു ക്രിസ്തുവാണെന്ന്. രണ്ടാമത്, യേശു ക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. കാരണം യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. അതുപോലെ ദൈവം നമ്മുടെ പിതാവാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. മൂന്നാമത്, യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിലെ ത്രിയേകത്വമാണ്. ദ ഹോളി ട്രയൂണിറ്റി ഇൻ ദ ഗോഡ്ഹെഡ്. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക ആത്മാവുമായി സാരാംശത്തിലൊന്നായിരിക്കുന്ന ദൈവം. ഇത് നാം ആർജിക്കേണ്ട ജ്ഞാനമാണ്. ഈ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിലെ ഐക്യം, ആ ഒന്നാകൽ നമുക്ക് തരുന്ന സന്ദേശമാണ് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും ദൈവത്തെയും പരസ്പരവും സ്നേഹിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റേതായ ആ ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ലക്ഷണങ്ങൾ, ഗുണങ്ങൾ, ഇവ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റിലും ഒരേപോലെയാണ്. ദൈവീക സത്തയിൽ അവർ ഒന്നായിരിക്കുകയാണ്. അതിനാലാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്. നമുക്കറിയാം, വിശുദ്ധ സംസർഗത്തിൽ അഥവാ ദ ഹോളി യൂക്രിസ്റ്റിൽ നാം പങ്കെടുക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തി സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ തൻ്റെ ഒന്നാം ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു എന്ന്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിത്യജീവൻ്റെ അപ്പമാകുന്നു എന്ന് നമുക്കറിയാം. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ബ്രെഡ് ഓഫ് ലൈഫ് ഫ്രം ഹെവൻ. ആ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ ഹോളി യൂക്രിസ്റ്റിൽ നാം പങ്കുചേരുമ്പോൾ പലരായ നാമും ഒന്നായിത്തീരുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നാം ഒന്നാകുന്നു. വേഴ്സ് 12 ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ. യേശുക്രിസ്തു നമ്മിൽ കൂടെ തൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുകയാണ്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുകയിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായി അയച്ചു തന്നതിനാൽ അതിലും വലിയതും നാം ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേഴ്സ് 13 and 14 നാം വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, സ്നേഹത്തിലുള്ള ഐക്യതയിൽ പിതാവാം ദൈവം പുത്രനിൽ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. പിതാവ് യേശുക്രിസ്തുവിൽ മഹത്വപ്പെടേണ്ടതിന് നാം ചോദിക്കുന്നതൊക്കെയും നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിദ്യാഭ്യാസ ദിനമായി നാം ആചരിക്കുമ്പോൾ
നാം യഥാർത്ഥത്തിൽ ആർജിക്കേണ്ട ജ്ഞാനമാണ് ഡിവൈൻ വിസ്ഡം, ദൈവീക ജ്ഞാനം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്. ആ രക്ഷയുടെ വചനം അറിയുന്നതാണ്. വിശ്വാസത്താൽ ആ ദൈവം നമ്മിൽ വസിക്കുന്നതാണ്. വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി നമ്മിൽ കൂടെ ഈ ലോകത്തിൽ ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടതൊക്കെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിച്ചു വാങ്ങുവാനും അങ്ങനെ ദൈവമഹത്വം നാം അനുഭവിക്കുവാനും ഇടയാകുന്നു. കിൻഡർഗാർട്ടൻ ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.